പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ഉണ്ടായേക്കാം. 6ാം ദിവസത്തിൽ ഈ രക്ഷാപ്രവർത്തനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. വരുന്ന മിനിറ്റുകൾ നിർണായകമാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പങ്കുവെക്കാനാവുന്ന കാര്യം എന്താണ്? അവിടെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സൈന്യവും രക്ഷാപ്രവർത്തനം അവിടെ ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെ സർവ്വസജ്ജമായ ഇടപെടലാണ്, രക്ഷാ ദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. ഈ 6ാം ദിവസം 40 അംഗം വരുന്ന ബലഗാവിയിൽ നിന്നുള്ള സൈനിക സംഘത്തിന്റെ ഇടപെടലുണ്ട്. കേന്ദ്ര ദുരന്ത നിവാരണ സേന തുടക്കം മുതലുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടക്കി. അതിന് പുറമെയാണ് ഇപ്പോൾ സൈന്യം കൂടി കളത്തിലിറങ്ങുന്നത്. റഡാർ സിഗ്നൽ കേന്ദ്രീകരിച്ച് ബാജു സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന ഇടത്തു നിന്നും റഡാർ സിഗ്നലുകൾ കിട്ടിയിരുന്നു. അവിടം തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. സൈന്യവും അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയുടെ സന്ദർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സന്ദർശനത്തിന് ശേഷം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുമോ എന്നത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യവും ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ആ ഇടപെടലുകൾക്ക് കൂടുതൽ വേഗം കൈവരികയാണ്. കൂടുതൽ വേഗത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടൽ ഉണ്ടാവുന്നു. നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ ഇടപെടലുകൾ ഇന്നു തന്നെ ആ രക്ഷാദൗത്യം ഷിരൂരിൽ വലിയ മലയിടിച്ചിലുണ്ടായ ആ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം ഇന്നത്തെ ദിവസം കൊണ്ട്, ഈ 6ാം ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാകുമോ എന്നതാണ് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത്. ബൈജു, യെസ്, ഇതായി കാണുന്നത് തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടേക്ക് ആ ദുരന്തം നടന്നയിടത്തേക്ക് മുഖ്യമന്ത്രി അടക്കം അവിടെ കടന്നുപോയി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാമോ? മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ തന്നെ മാധ്യമങ്ങൾ തീർച്ചയായും പ്രതികരണം തേടും. ആ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ദൗത്യം അതിന്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നതാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. സുപ്രധാനമായ ഘട്ടത്തിലൂടെ, നിർണായക ഘട്ടത്തിലൂടെ രക്ഷാദൗത്യം കടന്നു പോവുകയാണ്. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ സുപ്രധാനമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു രക്ഷാദൗത്യം. എല്ലാവരും കാത്തിരിക്കുന്ന, ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷാദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അവിടെയാണ് അതിന്റെ ആ ഘട്ടമെത്തുന്നത്. സൈന്യം രക്ഷാദൗത്യവുമായി അവിടെ കളത്തിലിറങ്ങുന്നു. ദൗത്യമുഖത്ത്, ദുരന്തമുഖത്ത് കൂടുതൽ ശക്തമായി അവിടെ ഇപ്പോൾ സിദ്ധരാമയ്യയുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ രക്ഷാദൗത്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്. വരുന്ന മിനിറ്റുകൾ നിർണായകമാണ്. അവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്, ഷിരൂരിൽ നിന്നും പ്രതീക്ഷിക്കാനാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാവും. ചില സൂചനകൾ പുറത്തു വരുന്നത് ഇതിനകം തന്നെ അവിടെ ലോറിയുടെ ചില ഭാഗങ്ങൾ ദൃശ്യമായി എന്ന അനൌദ്യോഗികമായ റിപ്പോർട്ടുകളാണ്. സ്ഥിരീകരണമില്ല, അതിന് കൃത്യത ഉണ്ടായിട്ടില്ല. അതിന് പൂർത്തീകരണം ഔദ്യോഗികമായി തന്നെ നൽകേണ്ടതുണ്ട്. കാരണം ഇത്ര ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷം ഒരു കൃത്യമായ വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എല്ലാവരും കാത്തു നിൽക്കുക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഇടപെടൽ, കടന്നുവരവ്, അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ഈ ദൃശ്യങ്ങളിൽ ആ ദൂരെയായി കാണുന്ന ഇടത്താണ് മുഖ്യമന്ത്രിയും സംഘവും അവിടെയുള്ളത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ ഇടത്തേക്കുള്ള അനുമതി നൽകിയിട്ടില്ല. മാധ്യമങ്ങൾക്ക് അനുമതി നൽകിയ ഇടം വരെ എല്ലാവരും കേന്ദ്രീകരിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി മടങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും. ചോദ്യങ്ങൾ ആരായും അദ്ദേഹം മറുപടി നൽകേണ്ടി വരും.